മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വാമദേവൻ്റെ മുഖംമൂടി എല്ലാവരുടെയും മുന്നിൽ കരുണ പൊളിച്ചു കാണിക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ ഉണ്ണിയുടെയും കണ്ണൻ്റെയൊക്കെ അച്ഛനെ കൊല്ലാൻ ഈ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് വാമദേവനാണെന്നുള്ള സത്യമൊക്കെ പ്രതാപനാണെങ്കിൽ കരുണയോടും പ്രതാപൻ്റെ അമ്മയോടും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഈ വാമദേവൻ്റെ കള്ളത്തരമൊക്കെ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ്. എന്തായാലും നമ്മളുടെ കരുണയും പ്രതാപൻ്റെ അമ്മയും കൂടി ഈ പ്രതാപം വരാത്തത് എന്താ, ഇനിയിപ്പോൾ അവരെ കൊന്നു കാണും, അതുകൊണ്ടായിരിക്കും വരാത്ത. കൊന്നു കഴിഞ്ഞാൽ എന്തായാലും ലോറി ഒളിപ്പിക്കാനും പ്രതാപന് രക്ഷപ്പെടാനും സമയം വേണ്ടി വരും. അവനതൊക്കെ ചെയ്തിട്ട് വന്നോളും മോള് സമാധാനമായിട്ടിരിക്കുന്നു ഈ പ്രതാപൻ്റെ അമ്മ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്നാലും ഇതിപ്പോൾ ഒരുപാട് സമയമായല്ലോ മുത്തശ്ശി, ഇതുവരെയും അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛനൊന്ന് വിളിച്ച പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ അത് പ്രത്യേകം പറഞ്ഞിരുന്നില്ലേ, വിളിക്കരുത്, പ്രതാപൻ ഇങ്ങോട്ടും വിളിക്കില്ല എന്ന്, എല്ലാം കഴിഞ്ഞിട്ട് അവനിങ്ങോട്ട് എത്തിക്കോളാന്നല്ലേ പറഞ്ഞ്. ഇനിയിപ്പോൾ ആ അപകടം നടക്കുന്ന സമയത്ത് ആരെങ്കിലും ആ അപകടം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പ്രതാപൻ്റെ പുറകെ കൂടും പ്രതാപനെ പിടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രതാപന് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓടേണ്ടി വരും. അതുകൊണ്ടായിരിക്കും മോളെ പ്രതാപം വിളിക്കാത്ത. എന്തായാലും അവൻ ആ ലോറിയൊക്കെ സുരക്ഷിതമായി എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങോട്ട് വന്നോളും. അതുവരെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവനെ ശല്യം ചെയ്യുമൊന്നും വേണ്ടാന്ന്. ഇതേ സമയം കരുണയുടെ ഫോണാണ് ഈ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കണ കേട്ടതും ഈ മുത്തശ്ശി പറയുന്നുണ്ട് അത് പ്രതാപനായിരിക്കും, മോള് ഫോൺ എടുത്ത് നോക്കിയേ, അവനെ കൊന്നു എന്ന് പറയാൻ വിളിക്കണേ ആയിരിക്കും എന്നും പറഞ്ഞ് കരുണ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ വിളിക്കുന്നത് പ്രതാപനൊന്നുമല്ല, ഉണ്ണിയാണ്. അങ്ങനെ കരുണ പറയുന്നുണ്ട് ഇതെൻ്റെ കെട്ടിയോനെ വിളിക്കണേന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എടുത്തു നോക്ക്, അവൻ എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട് വിളിക്കണേ ആയിരിക്കും എന്നും പറഞ്ഞ് കരുണ ഫോൺ എടുത്തതും ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഒരു മണ്ടന എന്ന് പറയുമ്പം ആര് മണ്ടനാന്ന് ഉണ്ണിയേട്ടൻ പറയണേന്ന് വയ്ക്കുമ്പം വേറെ ആരാ, നിൻ്റെ അച്ഛൻ തന്നെ. ആ കണ്ണനെ മഹാലക്ഷ്മിയും കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നു അയാൾ പറഞ്ഞത്. അയാളുടെ വർത്താനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുന്ന. എന്നിട്ടിപ്പോൾ അയാളും അവരും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഈ കരുണയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് തിരിച്ചെത്തി, പക്ഷേ പ്രതാപനാണെങ്കിൽ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ല, പ്രതാപനെക്കുറിച്ച് ഒരറിവുമില്ല. അന്നേരം കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ പറയുന്നത് സത്യമാണോ, അവർ രണ്ടുപേരും അവിടെ തിരിച്ചെത്തിയോ, അച്ഛൻ അവരെ ഒന്ന് തീർക്കുമെന്നും പറഞ്ഞാൽ പോയേ. എന്തായാലും അച്ഛൻ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. അപ്പം ഞാനും മുത്തശ്ശിയും വിചാരിച്ചത് അച്ഛൻ അവരെ കൊന്നിട്ട് ലോറി ഒളിപ്പിക്കാനായിട്ട് പോയേക്കുവാന്ന്. എന്തായാലും അവർ തിരിച്ചു വന്ന സ്ഥിതിക്ക് അച്ഛൻ ഇതവിടെ പോയി കാണുമോ, ഇനിയിപ്പം അച്ഛനെ ആ പ്രേതം ശല്യം ചെയ്തിട്ട് അച്ഛനെ എങ്ങോട്ടെങ്കിലും പോയോ എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുമ്പോൾ ആവശ്യമില്ലാണ്ട് നീ എൻ്റെ അച്ഛനെ പറയാൻ നിൽക്കണ്ടാട്ടോ കരുണയെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കരുണ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ ആ കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് തിരിച്ചെത്തിയെന്ന്. അപ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, പിന്നെ ആ പ്രതാപൻ എവിടെ പോയിടി, അവനക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടാവും വേറെ വല്ലയിടത്തേക്കും പോയോ, അവൻ ഇന്ന് തന്നെ അവനെയും അവളെയും തീർക്കുമെന്ന് പറഞ്ഞാലോ ഇവിടുന്ന് പോയത്. എന്നിട്ട് അവർ വീട്ടിലെത്തി, ഇവനാണെങ്കിൽ വീട്ടിലും എത്തിയിട്ടില്ല, ഇവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഇനി അച്ഛൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ, ഇതിനു മുമ്പും പല പ്രാവശ്യം കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനും ഒരുങ്ങിയവർക്ക് അപകടം സംഭവിച്ചത്. അന്ന് തന്നെ തട്ട് പൊളിച്ചു വെച്ചിട്ട് മഹാലക്ഷ്മിയെ വീഴ്ത്താൻ നോക്കിയിട്ട് വീണത് അമ്മാവനല്ലേ. അതുപോലെ തന്നെ പല പ്രാവശ്യവും അച്ഛനും അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും പകരം അപകടം സംഭവിച്ചത് അച്ഛനായിരിക്കും. അതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കും മോളെ, അവൻ്റെ ഫോണിലൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറയണം. അങ്ങനെ കരുണയാണെങ്കിൽ ഫോൺ എടുത്ത് പ്രതാപൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയണേ. അത് കേട്ടതും കരുണയ്ക്ക് ആകെ വിഷമമായിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്, ഇനി അച്ഛന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്നാണ് എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ മോള് വിഷമിക്കാതെ അവനക്ക് അങ്ങനെയൊന്നും സംഭവിക്കുകയൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ, നേരം വെളുക്കട്ടെ, നേരം വെളുക്കുമ്പോഴേക്കും അവൻ വന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അന്വേഷിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കാണ്. ആ സമയത്ത് ഒരു ഡോക്ടറും നഴ്സും കൂടി പ്രതാപൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്രതാപനെ കുലുക്കി വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രതാപൻ ഉറക്കത്തിൽ നിന്ന് എണീക്കും പോലെ ഞെട്ടി എണീറ്റിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. ഇനി കണ്ണൻ്റെ അച്ഛനെങ്ങാനും അവിടെ ഉണ്ടോ എന്നുള്ള പേടിയിലാണ് പ്രതാപൻ നോക്കണം. ആ സമയത്ത് ഡോക്ടറെയും നഴ്സിനെയും കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഞാനിത് എവിടെയാണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും ഞങ്ങൾക്കറിയില്ല, അത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, നിങ്ങൾ വഴിയിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു, കുറച്ച് പേര് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കിടത്തിയിട്ട് പോയതാ, എന്തായാലും എന്താ സംഭവിച്ചതെന്ന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പം പ്രതാപൻ തലേദിവസം നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. കണ്ണൻ്റെ കാറിലേക്ക് ലോറി ഇടിച്ച് കയറ്റാൻ നോക്കിയതും ആ സമയത്ത് തന്നെ വിശ്വനാഥൻ വന്ന് പേടിപ്പിച്ചതും പിന്നീട് ഇറങ്ങി ഓടി വിശ്വനാഥനെ പേടിച്ച് ഒരു കൊക്കണക്കുള്ള സ്ഥലത്തേക്ക് വീണതൊക്കെ ആയിട്ട് പ്രതാപനെ ഓർക്കുന്നുണ്ട്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല ഡോക്ടറേന്ന്. കാരണം വേറൊന്നുമല്ല, ഇനി
കണ്ണനെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ പോയതൊന്നും ഡോക്ടറോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഈ കള്ളമൊക്കെ പറയണത്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, പിന്നെ വീട്ടിൽ വിളിച്ച് വിവരം പറയുന്ന. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഫോൺ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല, ഫോണാണെങ്കിൽ വണ്ടിയിലാണല്ലോ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഡോക്ടറെ എൻ്റെ കയ്യിൽ ഫോണില്ല എന്ന് പറഞ്ഞതും ഡോക്ടർ ഫോൺ കൊടുക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ വേഗം തന്നെ കരുണയുടെ നമ്പർ എടുത്ത് വിളിക്കുന്നുണ്ട്. ഇതേ സമയം കരുണയുടെ മുത്തശ്ശിയും കൂടി രാവിലെ ആയിട്ടും പ്രതാപനെ കാണാത്തത് കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ പ്രതാപൻ്റെ ഫോണിലോട്ട് നിരന്തരം വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് എന്നല്ലാതെ ഒരിക്കൽ പോലും പ്രതാപൻ്റെ ഫോൺ ബെല്ലടിക്കുകയോ പ്രതാപൻ എടുക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ കരുണ ഉറപ്പിക്കുന്നുണ്ട് അച്ഛന് കാര്യമായിട്ടുള്ള എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനു മുമ്പ് പല പ്രാവശ്യം ലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാൻ ശ്രമിച്ചവർക്ക് ആപത്ത് സംഭവിച്ചതാണ്. അവർക്ക് എന്തൊക്കെയോ ശക്തികളുണ്ട് മുത്തശ്ശി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും എനിക്ക് വേണ്ടിയാലോ എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എണ്ണി പറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരുണയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. വേഗം തന്നെ കരുണ ഫോൺ എടുത്തതും ഹലോ കരുണമോളല്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഈ കരുണയ്ക്ക് പ്രതാപൻ്റെ സൗണ്ട് കേട്ടതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അച്ഛനിത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ആസ്പത്രിയിലാണ് മോളെ. ആസ്പത്രിയിലോ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ മോളും അമ്മയും കൂടി എത്രയും പെട്ടെന്ന് ഈ ആസ്പത്രിയിലേക്ക് പോവാം, എനിക്ക് മോളെ അമ്മേനെയും കാണണമെന്ന് പറയുന്നു. അങ്ങനെ കരുണയുടെ മുത്തശ്ശിയും കൂടി ആസ്പത്രിയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച് കിടക്കാണ്. ആ സമയത്ത് കരുണയുടെ മുത്തശ്ശിയും കൂടി കരഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണ് പ്രതാപം നിനക്ക് പറ്റിയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇനി ഇത് കൂടുതലൊന്നും പറ്റാനില്ല അമ്മേ. ഇന്നലെ ഞാൻ അവളും പോണ കാറിലേക്ക് ലോറി ഓടിച്ച് കയറ്റാൻ തുടങ്ങിയപ്പോൾ ആ വിശ്വനാഥൻ എൻ്റെ ലോറി കയറിയിരുന്നു. പിന്നെ എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല അമ്മേ. അവസാനം ഞാനിവിടെ ആസ്പത്രിയിലായി. എന്തായാലും ഇനിയും ഞാൻ കണ്ണനെ മഹാലക്ഷ്മിയെയും കൊല്ലാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവനായിരിക്കും ആപത്ത്. അതുമാത്രമല്ല എൻ്റെ മോളെ അത് ബാധിക്കും. എന്തായാലും ഇനി എനിക്ക് സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയണം. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട് അച്ഛനിത് എന്തൊക്കെയാണ് പറയണേ, എന്ത് സത്യം പറയണ കാര്യം പറയണേന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കണം. കൊന്നത് ഞാനാണെങ്കിലും അവരെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ തന്നത് വാമദേവനാണ്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയായി പറയണേ, അമ്മാവനോ കൊട്ടേഷൻ തന്നേന്നോ? അതെന്തിനാ? അമ്മാവനക്ക് അമ്മേനെ വലിയ ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാ അമ്മയുടെ ഭർത്താവിനെ കൊല്ലാൻ അമ്മാവൻ കൊട്ടേഷൻ തന്നെയെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല മോളെ, ഈ വാമദേവൻ ഒരുപാട് കള്ളത്തരങ്ങൾ ആ ഓഫീസിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വിശ്വനാഥൻ കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ വിശ്വനാഥൻ വാമദേവനെ ഓഫീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതികാരമായിട്ട് വിശ്വനാഥനെ കൊല്ലാൻ വാമദേവൻ എനിക്ക് കൊട്ടേഷൻ തന്നത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം അയാളെ കൊന്നതൊന്നുമല്ല. വാമദേവൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അയാളെ കൊന്നേന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഒരു ഇതിലാവുന്നുണ്ട്. കാരണം ഈ വാമദേവനെയൊക്കെ കരുണയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ദുർഗയ്ക്കാണെങ്കിലും വാമദേവനെ ജീവനായിട്ട് തന്നെയാണ് ദുർഗ കാണുന്നത്. അപ്പോൾ കരുണ വിചാരിക്കുന്നുണ്ട് അയാൾ ഇത്ര വലിയ ചതിയനായിരുന്നോ, എന്നിട്ടാണല്ലോ അയാൾ ഇപ്പോഴും അമ്മയുടെ അടുത്ത് സ്നേഹം അഭിനയിച്ച് നടക്കണേ. എന്തായാലും ഇനി ഈ സത്യങ്ങളെല്ലാം കണ്ണനും ഉണ്ണിയും എല്ലാവരും അറിയണം മോളെ. എത്രയും പെട്ടെന്ന് മോൾ ഈ സത്യങ്ങൾ അവരെ അറിയിക്കണം, ഇല്ലെങ്കിൽ അതെൻ്റെ ജീവനെയും ബാധിക്കും, മോളുടെ ജീവിതത്തെയും ബാധിക്കും. അത് കേട്ടതും കരുണ ചോദിക്കുന്നുണ്ട് അച്ഛാ അത് പറഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം അത് പറഞ്ഞിട്ട് എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല മോളെ. ഇനി ആ വാമദേവനെ വെറുതെ വിടാൻ പാടില്ല. അയാളാണ് എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ. ആ കുടുംബത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുണ്ടോ അതിൻ്റെ എല്ലാം സൂത്രധാരൻ അയാളാണ്. പക്ഷെ ദുർഗയ്ക്ക് അതറിയില്ല. എത്രയും പെട്ടെന്ന് ഈ സത്യങ്ങളെല്ലാം ഉണ്ണിയും ദുർഗയും അറിയണമെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അച്ഛനാ കൊന്നേന്ന് അറിഞ്ഞാൽ ഉണ്ണിയേട്ടൻ പിന്നെ എന്നെ വീട്ടിൽ നിർത്തും അച്ഛാ, എന്നെ അവിടെ നിന്ന് ഇറക്കി വിടില്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല മോളെ. എന്തായാലും ഈ സത്യങ്ങളെല്ലാം കണ്ണനും അറിയണമെന്ന്. ആ സമയത്ത് അച്ഛൻ എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മോൾക്ക് മനസ്സിലായില്ലേ, പ്രതാപൻ പറയണത് കണ്ണനോട് സത്യങ്ങൾ പറയണമെന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട് അയാൾ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ വെറുതെ വിടുമെന്ന് ചോദിക്കുമ്പം എന്നെ ശിക്ഷിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല, ആ വാമദേവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല മോളെ. അയാൾ ഭയങ്കര അപകടകാരിയാണ്. ഇനിയിപ്പം ഞാൻ കണ്ണനെ മഹാലക്ഷ്മിയെയും കൊന്ന് ജയിലിലേക്ക് പോയി കഴിയുമ്പം അയാൾക്ക് ആ സ്വത്തൊക്കെ അമക്കാമെന്ന് വിചാരിച്ച അയാളിരിക്കണം. അതൊരിക്കലും നടക്കരുത് മോളെ. ഇത്രയും പെട്ടെന്ന് മോളി സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെ കാണാനായിട്ട് കരുണ വരുന്നുണ്ട്. കരുണയെ കണ്ടതും വാമദേവൻ വലിയ സ്നേഹത്തോടു കൂടി വന്നിട്ട് എന്താ കരുണ മോളെന്താ എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നേക്കണേന്ന് പറയണത്. അത് കേട്ടതും വാമദേവൻ ചോദിക്കുന്നുണ്ട് മോളെന്തൊക്കെയാണ് ഈ പറയണേ, എന്ത് സത്യം അറിഞ്ഞു എന്നാ പറയണേന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ച കാര്യം എനിക്കറിയാം. അച്ഛൻ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നിങ്ങളല്ലേ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊല്ലിപ്പിച്ചേന്ന്. അത് കേട്ടതും വാമദേവൻ ചോദിക്കുന്നുണ്ട് ആ പ്രതാപനക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ, അവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്, എനിക്കതിലൊരു മനസ്സറിവ് പോലും ഇല്ല മോളെ.
ആ സമയത്ത് കരുണയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് കരുണ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ നല്ല പുള്ളി ആവുമൊന്നും വേണ്ട. അച്ഛൻ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. കണ്ണേട്ടൻ്റെ അച്ഛനുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സ്വത്തുക്കൾ കിട്ടൂല എന്ന് മനസ്സിലായ സമയത്ത് നിങ്ങൾ എൻ്റെ അച്ഛന് കൊട്ടേഷൻ കൊടുത്ത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലിച്ചതല്ലേ? ആ സത്യങ്ങളെല്ലാം ഞാൻ കണ്ണേട്ടനോടും ഉണ്ണിയേട്ടനോടും അതുപോലെ അമ്മേനോടൊക്കെ തുറന്ന് പറയാൻ പോവാ. ഇത്രയും നാളും നിങ്ങൾ അവരെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ്റെ ജീവിതം ഇങ്ങനെയായി പോയെന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, മോളെ നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകരുത്. അങ്ങനെ സത്യങ്ങളൊക്കെ ഉണ്ണിയും കണ്ണനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം നീ കമലേശ്വരത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ദുർഗ ഇപ്പം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഭർത്താവിനെ കൊന്നത് നിന്റെ അച്ഛനാന്ന് അറിഞ്ഞാൽ ആ നിമിഷം ദുർഗ നിന്നെ ചൂരെടുത്ത് അവിടെ നിന്ന് അടിച്ചിറക്കുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയാലും പ്രശ്നമില്ല, സത്യങ്ങളെല്ലാം എല്ലാവരും അറിയണം. ഇത്രയും വലിയ ദ്രോഹം പെങ്ങളോട് ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇപ്പോഴും പെങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമുള്ള ആംഗലയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ അഭിനയം ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഇതോടുകൂടി നിങ്ങളുടെ അഭിനയം ഞാൻ നിർത്തുമെന്നും പറഞ്ഞ് കരുണ നല്ല ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ സത്യങ്ങൾ അവരോട് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിന്നെ ആ കുടുംബത്തിൽ നിന്ന് ഇറക്കുമെന്ന്. ആ സമയം കരുണ പറയുന്നുണ്ട്, എനിക്ക് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ട വന്നാലും ശരി, നിങ്ങൾ ചെയ്ത ദ്രോഹമെല്ലാം ഞാൻ അവരെ അറിയിച്ചിട്ട് അവിടെ നിന്ന് പോകുള്ളൂ എന്നും പറഞ്ഞ് കരുണ ദേഷ്യത്തോടു കൂടി കാറി കയറി പോകുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.